ഇന്നൊരു അടിപൊളി യാത്രയായിരുന്നു. വഴിയിൽ വെച്ചതാ ഇപ്പം സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. എന്താ പറയുക, ഉസിലാമ്പട്ടി എത്തുന്നതിന് കുറച്ചു മുന്നേ പണി കിട്ടി, ചെയിൻ പൊട്ടിപ്പോയി. നല്ല കിടിലം പണിയാണ് കിട്ടിയത്. എന്തായാലും കൊടൈക്കനാൽ പോയ 2 പേരും പെട്ടിയാട്ടോയിലായി. അപ്പം നമ്മുടെ വഴിയിൽ ഇങ്ങനെയുള്ള പല പണികളും നമുക്ക് കിട്ടും. ഇന്നൊരു അടിപൊളി യാത്രയായിരുന്നു. വഴിയിൽ വെച്ചതാ ഇപ്പം സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. എന്താ പറയുക, ഉസിലാമ്പട്ടി എത്തുന്നതിന് കുറച്ചു മുന്നേ പണി കിട്ടി, ചെയിൻ പൊട്ടിപ്പോയി. ഇത് കാണിച്ച് ഒരു പക്ക വില്ലേജ്. ഈ ബൈക്കിൻ്റെ ഉടമസ്ഥനായ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. പുള്ളി ഒരു മെക്കാനിക്കാണ്. പക്ഷേ പുള്ളിക്ക് സാധനവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളെ വിളിച്ചിട്ടുണ്ട് വേണ്ടിയിട്ട്. അണ്ണാ കട എത്ര മണി വരെ കാണുന്ന? ചെയിൻ പുതിയതങ്ങ് മാറ്റാന്ന് പറഞ്ഞു. ചെയിൻ പുതുസാ இருக்கு, லாக் வேணும். ലോക്ക് ഇട്ട വീണ്ടും പൊട്ടിയാലോ? லாக் சரியா செட் ஆகல, അട്ട കട്ടായി. ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പ് ഇല്ല? ബുള്ളറ്റ് വർക്ക്ഷോപ്പ് ഇല്ല, உசிலாம்பட்டி தான். உசிலாம்பட்டி தான். வேற எதுவும் லாக்கே இல்லை, எல்லாமே லீவ். ബാഗ് എൻ്റെ എടുത്താ, അതെൻ്റെ എടുത്താ. மது ரோட்ல அதுல வேற கடை கிழக்கு ஒரு அவங்க கேட்டீங்கன்னா இன்னொரு கடை அவங்க அந்த ஓனர் வச்சுருக்காங்க அது சொல்லுவாங்க. அது சைடில் போனதில்லை, கருப்படாம அது லாக் பண்ணி கொடுத்து நீ மேலே இருக்கு. வாடா அத்தை கூப்பிட்டேன் நான் சுந்தராசி பாண்டிய வாங்க பார்த்து மட்டும் ஏற்றி விடுப்பா. வேற வண்டி நாங்களே ஏற்றி ஏன்னா போல மேலே ஏறிட்டேன். வெளியே விட ஏறுவா ஏரியா நீ சரி கட்டாயிடுச்சு. லாக் வேற ஃபோன் பண்ணி கேட்டு எல்லாத்தையும் கேட்டு தானே ஏற்றுறேன். அப்புறம் கேளுங்க ஒரு ஆடுதான்னு பார்த்துக்க.
பேக் நட்டு போறீங்களா? താങ്ക് യു സോ മച്ച്. അണ്ണാ சரி ஓகே பாய். താങ്ക് യു സോ മച്ച്. ஓகே பார்த்து போயிட்டு வாங்க. നല്ല കിടിലം പണിയാണ് കിട്ടിയത്. എന്തായാലും കൊടൈക്കനാൽ പോയ രണ്ടുപേരും പെട്ടിയാട്ടോയിലായി. നമ്മൾ എവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ കാണും അല്ലേ, ഹെൽപ്പ് ചെയ്യാനേ. പക്ഷെ വേറൊരു കേസ് ഉണ്ട്, എന്താ അറിയുമോ, നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, എവിടെ വീണിട്ടുണ്ടോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കണ്ടു അല്ലേ. കൊടൈക്കനാൽ പോകാൻ പോകുന്നവർ രണ്ടുപേരുടെ പെട്ടിയാട്ടോയിൽ സഞ്ചരിച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ മുന്നിൽ കണ്ടോണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നത് എന്തായാലും അല്ലേ. ചെയിൻ ലോക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്തോ ബുള്ളറ്റിൻ്റെ ഇത് വേറെ ഭയങ്കര വലിയ സൈസ് ചെയിൻ, അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയി. പോയിട്ടില്ല. ഇങ്ങനത്തെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരിക്കലും പോയിട്ടില്ല. ഇങ്ങനെ നിന്നിട്ട് പുറത്ത്. എല്ലാവരും നമ്മളെ നോക്കുന്നതാ, എല്ലാവരും നമ്മളെ നോക്കുന്നത്. അവിടെ ഇപ്പോൾ നോക്കത്തില്ല ബുള്ളറ്റ്. അവർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് അപ്പുറത്ത് ഇവിടത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ലോക്കൽ വർക്ക്ഷോപ്പുകൾ ഒരുപാടുണ്ട്, പക്ഷേ ബുള്ളറ്റ് നോക്കുന്ന വർക്ക്ഷോപ്പുകൾ വളരെ കുറവാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അവിടെ നോക്കാൻ. അതാ ഇവിടെ ഒരു ബുള്ളറ്റിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, നോക്കട്ടെ. ഇവിടെ നിന്ന് മൂന്നാമതൊരു വളമെന്നായിരിക്കും ഉദ്ദേശിച്ചത്, അവിടോട്ട് പോകാൻ പറഞ്ഞു. അവിടെ സ്പെയർ പാർട്സും എല്ലാം ഉണ്ട്, അവിടെ കൊണ്ടുപോയി മാറ്റാണ്. ഇവിടെ ബുള്ളറ്റ് പണിയും, പക്ഷേ സ്പെയർ പാർട്സ് എല്ലാം ഇല്ല. കിടയാത്, അതെ കിടയാത്, കിടക്കാത്, കിടക്കാത്, കിടച്ചാൽ മതി. സമയം 7 മണിയായി, 7 മണി അടുത്തായി. എത്തേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പാട്ടും പാടി വന്നതാ, പക്ഷെ പാട്ടോടെ പോയി. പിന്നെ ഇത് വലിയ പുത്തരിയൊന്നുമല്ല, കാരണം എല്ലായിടത്തും ഏകദേശം പണി കിട്ടാറുണ്ട് അല്ലേ. തമിഴ്നാട് വെച്ച് ആദ്യം, പക്ഷെ ഭയങ്കര സഹകരണമാണ് കേട്ടോ. വണ്ടിയെല്ലാം കയറ്റി മോളിൽ തന്ന് അടിപൊളിയാക്കി. ഇനിയിപ്പോൾ ഇത് കൊണ്ടുവന്ന് പണിഞ്ഞിട്ട് അങ്ങ് പോവാം അല്ലേ. നമ്മൾ മധുര പോയി ഒരു പക്ഷേ ടയർ മാറ്റി ഓർമ്മയുണ്ട്. വിഷ്ണു ചെയിൻ എടുത്താ
സംഭവം മാറി. നമ്മുടെ ഈ ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയുള്ള യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഓറിങ് ടൈപ്പ് റിങ് ടൈപ്പ് അല്ല കിടക്കുന്നത്, സാധാ ചെയിനാണ് കിടക്കുന്നത്. അപ്പോൾ റിങ് എടുത്തിട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ കൊണ്ടുപോയി ചെയിൻ ടൈറ്റ് ചെയ്തതാണ്. പുള്ളിയുടെ കയ്യിൽ ഞാൻ ലോക്കും കൊണ്ടു കൊടുത്തതാണ്. പുള്ളി പറഞ്ഞ് ഈ ലോക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിട്ടു, പകുതിക്ക് വെച്ച് പൊട്ടി. അപ്പം യഥാർത്ഥത്തിൽ ഒരു ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് വെച്ച് റെയിൻ കവർ ഉണ്ടോ അത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ചെയ്തില്ല. പക്ഷേ ഇവിടെ എന്തായാലും പൈസയുടെ കാര്യമല്ല, ഒരു എക്സ്ട്രാ ലോക്കും മേടിച്ചു 250 രൂപ മൊത്തമായി. കുഴപ്പമില്ല, പെട്ടെന്ന് കാര്യം നടന്നില്ല അല്ലേ? 250 രൂപ അത്ര വലിയ പൈസ ഒന്നും ആയിട്ടില്ല. പോയില്ല. അപ്പം വഴിയിൽ ഇങ്ങനെ പല പണികളും നമുക്ക് കിട്ടും, അതൊക്കെ നമ്മൾ നൈസായിട്ട് ഡീൽ ചെയ്യുക. പക്ഷേ എല്ലാവരും നല്ല സഹകരണമായിരുന്നു കേട്ടോ. നമ്മുടെ ആ വർക്ക്ഷോപ്പിലുള്ള ചേട്ടനാണ് നമ്മൾക്ക് വണ്ടി അറേഞ്ച് ചെയ്തു. വണ്ടിക്ക് 700 രൂപ ഇവിടം വരെ 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് 10 മിനിറ്റ് കൊണ്ടാണ് ലോക്ക് ഇട്ടെല്ലാം ക്ലിയർ ആക്കി. ഞാൻ പറഞ്ഞു ചെയിൻ സോക്കറ്റ് വേണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വേണ്ട, ചെയിൻ സോക്കറ്റ് നല്ലതാണ്, ലോക്ക് മാത്രം ഒരു എക്സ്ട്രാ ഒരെണ്ണം കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര വീട്ടിൽ തുടരുകയാണ്.